ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ, അതായത് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ, നമ്മൾ ഇതുവരെ ഇപ്പോൾ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ഖുഷി കി ഖുഷി. ഖുഷി എന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. ഇവിടെ ഖുഷി കി ഖുഷി എന്ന് പറയുന്നത് ഖുഷിയുടെ സന്തോഷം എന്നാണ്. അപ്പോൾ ഖുഷി എന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. ആ ഖുഷിയുടെ സന്തോഷം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 2ലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണ്. നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഇവിടെ എന്താണ്, നല്ല പ്രകൃതിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു അരുവി കാണാം, അവിടെ മച്ചിലിയുണ്ട്. പിന്നെ മച്ചിലി എന്ന് പറഞ്ഞാൽ എന്താ, മീനുകളുണ്ട്. പിന്നെ ഇതൊരു പൂച്ച നിൽക്കുന്നുണ്ട്, ഒരു പശുവിൻ്റെ കുട്ടിയുണ്ട്, അപ്പുറത്തൊരു വീടുണ്ട്, ഇത് പൂച്ചക്കുട്ടികളുണ്ട്, മരമുണ്ട് അല്ലേ. നല്ല പിക്ചറുകളാണ്. പിന്നെ അടുത്ത പിക്ചറിൽ ഒരു കുളം കാണാം, കുളത്തിൽ മുതലയുണ്ട്, ഇതപ്പുറത്തൊരു ആന ഉണ്ട് വെള്ളത്തിൽ, പിന്നെ താമരപ്പൂവ്, ഇതാ ഒരു കിളി കൂട് കൂട്ടിയിട്ട്, ഒരു ഇലയിൽ കൂട് കൂട്ടിയിട്ട് ഒരു ചെടിയ ഉണ്ട് അല്ലേ. ഇത് വേറൊരു മീനുണ്ട്, അപ്പുറത്തൊരു തവളയും 2 തവളകളുണ്ട് അല്ലേ. നമ്മുടെ ഈ കവിതയുടെ പേര് ചിടിയാക്ക ഗർ. ചിടിയാക്ക ഗർ എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ വീട്. ചിടിയ എന്നാൽ പക്ഷി, ഗർ എന്നാൽ വീട്. ഈ കവിത എഴുതിയിട്ടുള്ളത് നീരങ്കാർ ദേവ് സേവകാണ്. ചിടിയ ലിയെ ചോഞ്ചുമേ തിൻക. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക്, അതിൻ്റെ കൊക്കിൽ തിൻക എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പുല്ല്. പക്ഷി അതിൻ്റെ കൊക്കിൽ പുൽനാമ്പ് കൊത്തിപ്പിടിച്ചുകൊണ്ട് ചലി ബനാനെ ഗർ, വീടുണ്ടാക്കാൻ പോവാണ്. ചലി എന്ന് പറഞ്ഞാൽ പോവുക, ബനാനെ ഉണ്ടാക്കുക, ഗർ വീടുണ്ടാക്കാൻ വേണ്ടി പക്ഷി കൊക്കിൽ പുൽനാമ്പും പിടിച്ച് പറന്നു പോകുന്നു. കോൻ രഹേഗ ഉസ് ഗർ കെ അന്തർ. കോൻ രഹേഗ പറഞ്ഞാൽ ആര് താമസിക്കും. ഉസ് ഗർ കെ അന്തർ, ആ വീടിനുള്ളിൽ. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അടുത്ത വരി, ചിടിയാക്കെ ദോ ബച്ചേ ഹോങ്കെ. പക്ഷിക്ക് 2 കുട്ടികൾ ഉണ്ടായിരിക്കും. ബച്ചേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. ഉസ് ഗർ കെ അന്തർ, ആ വീടിൻ്റെ ഉള്ളിൽ. പർ നിക്കലേ തോ ഉഡ് ജായേഗ. പർ എന്നാൽ ചിറക്, നിക്കലേ പുറത്തു വന്നാൽ, അതായത് ചിറക് മുളച്ചു വന്നാൽ, ഉഡ് ജായേങ്കെ അത് പറന്നു പോയിക്കോളും. ഫർ 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 ഫർ, ചിറകടിക്കുന്ന സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ചെറിയൊരു കവിതയാണ്, നമുക്കതിൻ്റെ മീനിങ്സ് ഒന്ന് പഠിക്കാം. അപ്പം എന്തൊക്കെ മീനിങ്സ് നമ്മൾ പഠിച്ച്? ചിടിയ പക്ഷി, ചോഞ്ച് കൊക്ക്, തിൻക ഉണങ്ങിയ പുല്ല്, ബനാന ഉണ്ടാക്കുക, ഗർ വീട്, അന്തർ ഉള്ളിൽ, ബച്ചെ കുട്ടികൾ, പർ ചിറക്, ദോ 2, ഉടന പറക്കുക. അപ്പോൾ ഇത്രയും മീനിങ്സ് കുട്ടികൾ പഠിക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി പഹിച്ചാനെ ലിഗെ. അപ്പോൾ 2 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് എന്താ വായിക്കുക? തിനുക്ക എന്നാൽ എന്താ? ഉണങ്ങിയ പുല്ല് അല്ലേ. ചോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കൊക്ക്. അപ്പോൾ ഇത് 2 എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എവിടെ ഫില്ല് ചെയ്യണം? ഈ 2 ബലൂണുകളുണ്ട് അല്ലേ, ഒരു വയലറ്റ് ബലൂണും ഒരു റെഡ് കളർ ബലൂണും ഉണ്ട്. ആ പക്ഷി പറന്നു പോവുക. നമ്മൾ ചിടിയനെ കണ്ടില്ലേ, പക്ഷി വായിൽ പുല്ലും പിടിച്ചുകൊണ്ട്, കൊക്കിൽ പുല്ലും കടിച്ചു പിടിച്ചുകൊണ്ട് പറന്നു പോവാണ്. അപ്പോൾ ഈ ബലൂണിൽ നമ്മൾ എന്താ എഴുതണം? ഏതാണ് പക്ഷിയുടെ കൊക്കെന്നും ഏതാണ് ആ ഉണങ്ങിയ പുല്ലെന്നും എഴുതണം. അപ്പോൾ ഇവിടെ ഈ വയലറ്റ് ബലൂൺ എവിടെയാണ് കാണിക്കുന്നത്? ആ പുല്ലിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? തിൻക എന്ന് എഴുതണം. റെഡ് ബലൂൺ പക്ഷിയുടെ കൊക്കിൻ്റെ അവിടെയാണ് അതിൻ്റെ വള്ളി അല്ലേ. അപ്പോൾ അവിടെ ചോഞ്ച് എന്ന് എഴുതണം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹേ. പക്ഷിയുടെ കൊക്കിൽ എന്താണുള്ളത്? ആൻസർ തിൻക. ഇനി അടുത്തത് പഹ്ചാനെ ഔർ ലിഖേ. മനസ്സിലാക്കാം, എഴുതാം. 3 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 സെൻറ്റൻസ് ഇവിടെ താഴെ തന്നിട്ടുള്ള പിക്ചറുകൾ മനസ്സിലാക്കി അതേത് പിക്ചറിൻ്റെ അവിടെയാണ് ആ സെൻറ്റൻസ് മാച്ച് ആവുന്നത് എന്ന് കുട്ടികൾ മനസ്സിലാക്കി എഴുതണം. അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസും വായിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്. ഗർ കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. വീടിനകത്ത് പക്ഷിയുടെ കുട്ടികളുണ്ട്. രണ്ടാമത്തെ ചിടിയ തിൻകോം സെ ഗർ ബനാത്തി ഹേ. പക്ഷി പുല്ലുകൊണ്ട് വീടുണ്ടാക്കുന്നു. 3 ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തെ ഹേ. പക്ഷിയുടെ കുട്ടികൾ പറന്നു പോകുന്നു. ഇനി നമുക്ക് പിക്ചർ നോക്കിയാലോ. ഒന്നാമത്തെ പിക്ചർ നോക്കിയേ. ഒന്നാമത്തെ പിക്ചറിൽ നമ്മുടെ പക്ഷി പറന്നു വരികയാണ്. എന്താണ്? പുൽനാമ്പും പിടിച്ച് പറന്നു വരികയാണ്, കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏത് എഴുതണം നമ്മൾ? രണ്ടാമത്തെ അല്ലേ, രണ്ടാമത് കൊടുത്ത സെൻറ്റൻസ് എഴുതണം. എന്ത്?
ചിടിയ തിൻകോം സെ ഗർ ബനാത്തി ഹേ. പക്ഷി പുല്ലുകൊണ്ട് വീടുണ്ടാക്കുന്നു. ഇനി അടുത്ത പിക്ചർ നോക്കാം. രണ്ടാമത്തെ പിക്ചർ നോക്കിയ കൂട്ടുകാരെ, പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോവുകയാണല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്താം, ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തേ ഹേ. ഇനി മൂന്നാമത്തെ പിക്ചർ നോക്കിയേ, കുട്ടികൾ കൂട്ടിനകത്ത് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്താം, ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ, വീടിനകത്ത് പക്ഷിയുടെ കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയും കഴിഞ്ഞു അല്ലേ മക്കളെ. ഇനി അടുത്തത് പഹ്ചാനെ ഔർ താലിക വരെ. ഈ ചിത്രം നോക്കിയിട്ട് താലിക എന്ന് പറഞ്ഞാൽ പട്ടിക, ടേബിള്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഈ പിക്ചർ നോക്കിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം കൂട്ടുകാർ ചിത്രം നോക്കിയേ. ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു വീടുണ്ട്, വീടിനകത്തൊരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, വീടിന് പുറത്തൊരു നായ്ക്കുട്ടിയുണ്ട്, പിന്നെ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. പക്ഷി എവിടെയാണ്? മരത്തിൻ്റെ മുകളിൽ പക്ഷിയുണ്ട്. പിന്നെ പൂന്തോട്ടത്തിൻ്റെ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്. പിന്നെ അത് കുളത്തിൽ മത്സ്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഗർക്കെ അന്തർ കോൻ ഹേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യനെയർ പഠിക്കുകയാണ്. കോൻ എന്ന് പറഞ്ഞാൽ ആര്, ഹു. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ, വേർ. ഈ 2 വാക്കും കുട്ടികൾ പഠിക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ ആര്, എവിടെ എന്നൊക്കെ. അപ്പോൾ കോൻ എന്ന് പറഞ്ഞാൽ ആര്, കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ ഒന്നാമത്തേതാണ് ഗർക്കെ അന്തർ കോൻ ഹേ. വീടിനകത്ത് ആരാണ്? ആരായിരുന്നു കൂട്ടുകാരെ വീടിനകത്ത്? വീടിനകത്ത് ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഗർക്കെ അന്തർ ലഡ്കാ ഹേ, വീടിനകത്ത് ആൺകുട്ടിയുണ്ട്. രണ്ടാമത്തെ കുത്ത കഹാം ഹേ, നായക്കുട്ടി എവിടെയാണ്? കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ എവിടെയാണ് കുത്ത നിൽക്കുന്നത്? വീടിന് പുറത്താണ്. പുറത്ത് എന്നുള്ളതിന് ഹിന്ദിയിൽ എന്ത് പറയും? ബാഹർ. അന്തർ എന്ന് പറഞ്ഞാൽ അകത്ത്, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്. കുത്ത ഗർക്കെ ബാഹർ ഹേ, നായക്കുട്ടി വീടിന് പുറത്താണ്. മൂന്നാമത്തെ നദീമേ ക്യാ ഹേ, നദിയിൽ എന്താണ്? നദിയിൽ എന്താ കൂട്ടുകാർ കണ്ട്? നദിയിൽ മീനുണ്ട് അല്ലേ. മീനിന് എന്താ പറയുക? മച്ചലി. അപ്പോൾ എന്തെഴുതും? നദീമേ മച്ചലി ഹേ. അടുത്തത് ബഗീജമേ കോൻ ഹേ, ആരാണ് പൂന്തോട്ടത്തിൽ നിൽക്കുന്നത്? ബഗീജമേ ഒരു പെൺകുട്ടി ഉണ്ട് അല്ലേ. പെൺകുട്ടിക്ക് എന്താ പറയുക? ലടുക്കി. ആൺകുട്ടിക്കോ? ലടുക്ക. അപ്പോൾ എന്താ എഴുതുക? ബഗീജമേ ലടുക്കി ഹേ, പൂന്തോട്ടത്തിൽ പെൺകുട്ടിയുണ്ട്. ചിടിയ കഹാം ഹേ, പക്ഷി എവിടെയാണ്? പക്ഷി എവിടെ കൂട്ടുകാരെ? അതോ പക്ഷി ഒരു മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്ത് എഴുതാം? ചിടിയ പേട് പർ ഹേ, മരത്തിൻ്റെ മുകളിലാണ്. പേട് എന്ന് പറഞ്ഞാൽ മരം, പർ എന്ന് പറഞ്ഞാൽ മുകളിൽ. ലാസ്റ്റത്തെ പൗദേമേ ക്യാ ഹേ, ആ ചെടിയിൽ എന്താണുള്ളത്? ആൻസർ പൗദേമേ ഫൂൽ ഹേ, ചെടിയിൽ പൂവുണ്ട്. അപ്പോൾ ഇതും കൂട്ടുകാർക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ എഴുതാനുള്ളതൊക്കെ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടിയിലുള്ള സെൻറ്റൻസ് ആണ് നമ്മൾ ഇവിടെ ഈ വിട്ടുപോയ ഭാഗത്ത് ഫില്ല് ചെയ്തത്. അപ്പോൾ ഈ സെൻറ്റൻസ് കൂട്ടുകാർക്ക് നോക്കി മനസ്സിലാക്കി എഴുതാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇനി ഈ പാഠത്തിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിടിയാക്കെ ചോഞ്ച് മേ ക്യാ ഹേ, പക്ഷിയുടെ കൊക്കിൽ എന്താണ്? ആൻസർ എന്താ? തിനുക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ചിടിയാക്കോ കിത്തന ബച്ചേ ഹേ, പക്ഷിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? ആൻസർ എന്താ? 2 കുഞ്ഞുങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിടിയ ക്യോം തിൻക ലേക്കർ ഉടുത്തേ ഹേ, എന്തിനാണ് പക്ഷികൾ ഈ പുല്ല് പിടിച്ച് പറക്കുന്നത്? എന്തിനാണ്? ഗർ ബനാനെ കേലിയെ, വീടുണ്ടാക്കാൻ വേണ്ടി. അടുത്തത്, ഗർക്കെ അന്തർ കോൻ കോൻ ഹേ, വീടിനകത്ത് ആരൊക്കെയുണ്ട്? ആൻസർ ചിടിയാക്കെ ബച്ചേ ഹേ, പക്ഷിയുടെ കുട്ടികളുണ്ട്. അടുത്തത്, ചിടിയ തിൻകെ സെ ക്യാ ബനാത്തി ഹേ, പക്ഷി പുല്ലുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ആൻസർ ഗർ, വീട്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പാഠം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. 5ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കൊക്കെ ഫുൾ മാർക്ക് തന്നെ വാങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ മാർക്ക് എത്രയാണെന്ന് ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഇടുക കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യില്ലേ? അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ
നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടും വരാം. ബൈ ബൈ.